വാട്സപ്പ് ഗായ്സ്, ദിസ് ഇസ് ആൻകോഡ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും യാത്രയല്ല, ഇന്നും നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് റിപ്ലൈ ഒക്കെ കിട്ടി പേഴ്സണലായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ അടുത്ത് പറയാൻ പോകുന്ന കാര്യം സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. അത് മാത്രം നിങ്ങളൊന്ന് കേൾക്കുക, ബാക്കി എന്ത് കേട്ടില്ല എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പല വീഡിയോയിലും വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആരെയും പഠിപ്പിക്കാനോ മാറ്റാനോ വേണ്ടിയല്ല ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഈ വീഡിയോ ഇടുന്നത്. തെറ്റായിട്ടുള്ള കാര്യം ഞാൻ തെറ്റെന്ന് വിളിച്ച് പറയും. അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അല്ല നിങ്ങളെയൊന്നും ബോധവൽക്കരിക്കാനും ബുദ്ധി പറഞ്ഞു തരാനും ഒന്നുമല്ല. ഞാൻ കൊച്ചിലെ തൊട്ട് എന്നെ മതം പഠിപ്പിച്ചാണ് വളർത്തിയതെങ്കിലും ഞാൻ അത് ഏറ്റിട്ടില്ല. ഞാൻ അത് എൻ്റെ തലയിൽ കയറിയിട്ടില്ല. എന്നെ ആരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ നിരീശ്വരവാദിയായത്. അതാണ് പറഞ്ഞത്. 10-20 വയസ്സ് വരെ ഞാൻ ഒരു നിരീശ്വരവാദികളെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ നിരീശ്വരവാദികളെ കണ്ട് ഇൻഫ്ലുവൻസ് ആയെന്നല്ല ഞാൻ നിരീശ്വരവാദിയായി. എൻ്റെ തലച്ചോറ് കുറച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പം വിശ്വാസം, ദൈവം എന്നുള്ളതൊക്കെ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ ചൂസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എന്തുവേണോ ചെയ്യാം. നിങ്ങൾ ചൂസ് ചെയ്തൊരു സാധനം ഞാൻ തന്നെയാണ് പറഞ്ഞ് മാറ്റിക്കുന്നത്. മണ്ടൻ്റെ തലയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട് സയൻറ്റിഫിക് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയണം, ആനന്ദേ ദൈവത്തിലൊക്കെ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത് കേൾക്കും, ഇന്നലെ പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച കാര്യം നടക്കും, നമ്മൾ ദൈവത്തിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം നടക്കും എന്നാണ് ആൾക്കാർ ഒന്ന് പറയുന്നത്. അല്ലാതെ ആനന്ദേ നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പം അതിൽ നിന്നുണ്ടാവുന്ന വേവ്സൊക്കെ പോയി ദൈവത്തിൻ്റെ റിസീവറിലടിച്ച് അങ്ങനെയൊന്നുമല്ല എൻ്റെ അടുത്ത് പറഞ്ഞു തരണം. ഇങ്ങനെ പറയുന്നവരടുത്ത് തിരിച്ച് എടാ ദൈവം ഇല്ലടേ എന്ന് പറയാനേ എനിക്കറിയാവൂ. അല്ലാതെ ആർക്കും ആരെയും നന്നാക്കാനൊന്നും പറ്റൂല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സഹതാപമുണ്ട്. ശരീരം വളർന്നിട്ടും തലച്ചോറ് വളരാത്ത നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് മണ്ടത്തരത്തിൽ വേണോ വിശ്വസിച്ചോളൂ, ജീവിച്ചോളൂ. നിങ്ങൾ നിങ്ങളൊരു കാര്യം പബ്ലിക്കലി വന്ന് ഈ യൂട്യൂബ് നിറയെ ഉണ്ട് ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഹിന്ദുക്കളുടെയും പ്രഭാഷണങ്ങൾ ഈ ദൈവത്തിനെ കുറിച്ചും ദൈവത്തിൻ്റെ മാഹാത്മ്യങ്ങളെക്കുറിച്ചും. അതൊക്കെ പബ്ലിക്കായിട്ടിടുന്നത് ഞാനും കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിനെതിരെ അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ള അഭിപ്രായമുണ്ട്. അത് ഞാൻ ഇവിടെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ ആരെയും സ്നേഹം പിടിച്ച് പറ്റാനും എല്ലാവരും എൻ്റെ വീഡിയോ കാണണവും എല്ലാ മതക്കാരും എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ സയൻറ്റിഫിക്കായിട്ട് ആരെയും വേദനിപ്പിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കൊള്ളാം, വീഡിയോ കൊള്ളാമെന്ന് പറഞ്ഞൊരു ലൈക്ക് അടിക്കും, പോവും. എന്നിട്ട് വീണ്ടും പോയി ദൈവത്തിനെ പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കള്ളക്കഥയിൽ വിശ്വസിച്ച് അതിൻ്റെ കീഴിൽ താങ്ങി നടന്നാലേ നിങ്ങൾക്ക് ഉറക്കം വരുവുള്ളെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തോ. എനിക്ക് നിങ്ങളടുത്ത് സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഇഷ്ടത്തിനുള്ള നിങ്ങൾ എന്ത് മണ്ടത്തരം വേണോ, എന്ത് കഥാപുസ്തകം വേണോ പഠിച്ചോ, എന്ത് കഥാപുസ്തകം വേണോ മക്കളെ പഠിപ്പിച്ചോ, എന്ത് ശക്തിയിൽ വേണോ വിശ്വസിച്ചോ. ആ വിശ്വാസം എൻ്റെ അടുത്ത് വന്ന് തുപ്പാൻ നേരത്താണ് എനിക്കത് എതിർപ്പ് വരുന്നത്, ഞാൻ അതിനെ എതിർക്കുന്നത്. എൻ്റെ അടുത്ത് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇത് റിയാക്ട് ചെയ്യും. എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നു, എനിക്ക് നെഗറ്റീവ് തോന്നുന്നു, എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യം ഞാൻ ഇവിടെ നിന്ന് പറയും. വേണമെന്നുള്ളവർക്ക് കേൾക്കാൻ, വേണ്ടാത്തവർ കേൾക്കണ്ട. ഞാൻ ആരെയും നിർബന്ധിച്ച് അയ്യോ വന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്നെ സഹായിക്കണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ചോയ്സാണ്. താല്പര്യമില്ലാത്തൊരു വീഡിയോ ആരായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പോകുന്നില്ല. ഞാൻ പിന്നെ ഇറക്കേണ്ട കാര്യം എന്താണ്? ഇഷ്ടപ്പെടുന്നവർ ചെയ്യും. നിങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യും. കേൾക്കാൻ താല്പര്യമില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലൈക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവരൊന്നും ചെയ്യുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഈ വീഡിയോയിൽ കൂടിപ്പോയി ഒരു 17 പേര് ലൈക്ക് ചെയ്യും. എൻ്റെ വീഡിയോസൊക്കെ മിക്കതും നോക്കി അറിയാം. 17-18 ലൈക്കൊക്കെ ഉള്ളൂ. അതിലൊരു 90% എന്നെ അറിയാമെന്നുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ളവരൊക്കെയാണ് അല്ലാതെ ലൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വന്ന് നിരന്നിട്ടൊന്നും കാര്യമില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് അടിക്കും, അത് വേറൊരു കാര്യം. ഞാൻ സംസാരിച്ച് കാട് കയറിപ്പോവും. ഞാൻ സംസാരിച്ച് വിഷയം മാറിപ്പോവും. അപ്പോൾ ഇതത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. ടോപ്പിക് എന്തായാലും മാറുമല്ല. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരു തവണ എന്തോ ശബരിമലയിൽ പോകണമെന്നും. എൻ്റെ അച്ഛൻ ഒരു തവണ അല്ല 4-5 തവണ പോയിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എത്രയൊന്നും അറിഞ്ഞിട്ട് ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. അത്രേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ അന്ന് പറഞ്ഞ മണ്ടന്മാരിൽ കൂട്ടാം, എക്സ്ട്രീം വിശ്വാസിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാമിലിയാണ് ഞാൻ വളരണം. ഭയങ്കര വിശ്വാസിയായിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഞാൻ വളർന്നത്. അല്ലാതെ എൻ്റെ വീട്ടുകാർ നിരീശ്വരവാദി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റിദ്ധരിച്ചവരുടെ അടുത്ത് ഞാൻ പറയാനാണ്. അവരും നല്ല അന്ധവിശ്വാസികളാണ്. ഞാൻ എൻ്റെ വീട്ടുകാരുടെ വിശ്വാസവും ചോദ്യം ചെയ്യുന്നുണ്ട്, അതിനെ എതിർക്കുന്നുണ്ട്. എൻ്റെ കുടുംബക്കാരുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. ഇവരെയൊക്കെ എതിർക്കണേ എനിക്ക് സൊസൈറ്റിയിലുള്ളവർ പറയുന്നത് എതിർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് തെറ്റം തോന്നിയാൽ ഞാൻ ആര് പറഞ്ഞാലും തെറ്റാണ്. എനിക്ക് താല്പര്യമുള്ളൊരു കാര്യം ചെയ്യുന്നു.
എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങനെ ഉറക്കം വരില്ല. എന്തിൻ്റെ രാത്രി ഇരുന്നിട്ട് നാളെ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഉറക്കം കിട്ടൂല. പക്ഷേ ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. അതിൻ്റെ റീസൺ, എനിക്ക് സംസാരിക്കാനുള്ളതൊക്കെ ഞാൻ ഒരു 3 ദിവസം കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞ്. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റി. എനിക്ക് ഈ സാറ്റിസ്ഫാക്ഷനാണ് ആവശ്യം. അതെനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ എനിക്കത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. മുമ്പ് ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ 31ാമത്തെ വീഡിയോ എന്തോ ആണത്. 2 മാസം എന്തോ ആയി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ആദ്യത്തെ വീഡിയോ ഇട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ക്യാമറ എടുത്ത് വെച്ചിട്ട് ഞാൻ അടിക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ, ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അതിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ 17 18ാമത്തെ ദിവസമാണ്. 18 ദിവസം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ 18 ദിവസത്തെ മാറ്റം ഇത്രയുണ്ട്. അപ്പോൾ ഞാൻ 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യുമ്പം എന്ത് പറ്റും? അപ്പോൾ ഇത് ഈ നമ്മളൊന്നിലും പെർഫെക്റ്റ് അല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. 18 ദിവസം കൊണ്ട് വന്ന എൻ്റെ മാറ്റമാണിത്. ഇപ്പോൾ ഒരു 100 ദിവസം കൊണ്ടാകുമ്പോൾ എനിക്ക് എന്തൊക്കെ മാറ്റം വരും? നമ്മളൊന്നിലും ബെറ്റർ അല്ല എന്ന് തോന്നുന്നവർ ചെയ്തു തുടങ്ങുക, ചെയ്ത് കുറച്ച് ദിവസം ആകുമ്പോൾ നമ്മളത് യൂസ്ഡ് ആവും. അത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ. ട്രാവൽ വീഡിയോസ് ഇടുന്നേക്കാളും എനിക്കിപ്പം ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം പുറത്തിറങ്ങി മണ്ടന്മാരുടെ അടുത്ത് സംസാരിക്കേണ്ട, ആൾക്കാരെ കാണണ്ട. എൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ് ഈ സംസാരിച്ച് ഇപ്പോൾ ക്യാരക്ടർ ഡെവലപ്പായി. ഞാൻ കുറേ കൊല്ലമായിട്ട് ഇങ്ങനെ കുറച്ച് വേണ്ടപ്പെട്ടവരത്തല്ലാതെ പുറത്തുള്ളടത്തൊന്നും ഞാൻ സംസാരിക്കില്ല. അപ്പോൾ എൻ്റെ തലച്ചോറ് വികസിപ്പിക്കാൻ സ്ഥലമില്ലായിരുന്നു. നമ്മളെ ചുറ്റും മണ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ലെവലിന് പറ്റിയവരടുത്ത്, നമ്മളെ ലെവലിനുള്ളവരടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇമ്പ്രൂവ് ആവാൻ പറ്റും. നമ്മളെക്കാളും താഴ്ന്ന് ചിന്തിക്കുന്നവരുടെ കൂടെ നമ്മൾ ജീവിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും വരില്ല. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് സ്വയം സംസാരിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയണം, അത് ഒരുപാട് പേര് കേൾക്കുകയാണ്, അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ്, മതപുസ്തകങ്ങളിലൊന്നും വയലൻസ് എഴുതി വെച്ചിട്ടില്ല. എനിക്കിനി ഖുറാനും ബൈബിളും ഒന്നും വായിച്ച് ഇതൊന്നും തെളിയിക്കാനും വയ്യ. കടലുള്ള ഉപ്പാണെന്നറിയാൻ വേണ്ടി കടൽ മൊത്തം കുടിച്ച് പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ മണ്ടത്തരങ്ങളൊന്നും വായിച്ച് പഠിപ്പിച്ച്, ഈ മണ്ടത്തരങ്ങൾ വായിച്ച് നിങ്ങളെ പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല. അതിന് എനിക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ പലരും പറയുന്നുണ്ട് അവരുടെ റിലീജിയസ് ബുക്കിലൊന്നും മറ്റുള്ളവരെ വെറുക്കാനൊന്നും പഠിപ്പിക്കുന്നില്ല. അതൊക്കെ മതങ്ങളും വ്യക്തികളും പഠിപ്പിക്കുന്നതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പറഞ്ഞോട്ടെ, ഞാൻ ഈ മണ്ടത്തരങ്ങളൊന്നും വായിക്കാൻ തയ്യാറല്ല. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവവും സയൻസും ദൈവത്തിനെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഈ ഉത്തരം മുട്ടുമ്പോൾ, അതായത് അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിനെ അവരൊരു ശക്തിയായിട്ട് കണ്ടു. അതിനാണ് അവർ ദൈവം ഒന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ മഴയും സൂര്യനും ഇടിമിന്നലും ഒക്കെ അവർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരതൊക്കെ അതാണ് ദൈവത്തിൻ്റെ ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞാണ് പലരും അത് വിശ്വസിച്ചിരുന്നത്. അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, അന്ന് അവർക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല, സയൻറ്റിഫിക്കായിട്ട് എവിഡൻസ് ഇല്ല, അവർക്കതിനുള്ളൊരു മെറ്റീരിയൽസും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ദൈവം കാരണം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഉത്തരവില്ലാത്തതിനല്ല അവർ ദൈവത്തിനെ വെച്ചു. ആ ഒരു സാധനം ഒരു ബിലീഫായി മാറി. ആ ഒരു ആൾക്കാരുടെ കഥ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാണ്, ആ കഥ പിന്നീട് ഒരു വിശ്വാസമായി. ആ വിശ്വാസം പിന്നെ അതൊരു മതമായിട്ട് മാറി. ടെമ്പിളും മിക്കവാറും പണ്ട് ഈ സ്കൂളും ബാക്കി പരിപാടികളൊക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാർ ഒത്തുകൂടാനും ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാനും ഉപയോഗിച്ചൊരു സ്ഥലമാവാം. ആദ്യമൊക്കെ ഉണ്ടായിരുന്നവർക്ക് എന്തായാലും മനുഷ്യന്മാരല്ലേ, ചിന്തിക്കുമല്ലോ ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ തോന്നുമ്പോൾ. അന്ന് സയൻസ് ഇല്ലായിരുന്നു, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. അതുകൊണ്ട് അവരതിനെ ദൈവമെന്ന് പേരിട്ട് വിളിച്ചു. അവരത് പറഞ്ഞ ആ കഥ ഒരു വിശ്വാസമായി, മതമായി. അതിങ്ങനെ പാരമ്പര്യം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ കഥ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ഈ സയൻസ് ഇതൊക്കെ ഇത്രയും വികസിച്ചിട്ടും ഈ പൊട്ടന്മാർ വിചാരിച്ചിരിക്കുന്ന ദൈവം ഉണ്ടെന്നാണ്. ഇപ്പം മടിയന്മാർക്കും ഭീരുക്കൾക്കും പറ്റിയൊരു സാധനമാണ് ദൈവം. കാരണം അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പറയാം അത് ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം നോയിക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരങ്ങ് ജീവിക്കും. അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യം? നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും ഉണ്ടല്ലോ. നിരീശ്വരവാദത്തിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ. ഒരു പർപ്പസും ഇല്ല, ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനും ഇല്ല എന്നറിയുമ്പം ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് ചിലർക്കൊരു പേടിയായിരിക്കും. സ്വയമേ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവർക്കൊക്കെ അതൊരു പേടിയായിരിക്കും, നമ്മളാരും കൺട്രോൾ ചെയ്യാനില്ലെന്നുള്ളത്. അങ്ങനെയുള്ളവരാണ് ഈ ഓരോരോ വിശ്വാസങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഓരോ മതപുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ആൾക്കാരെ നല്ല വഴിക്ക് നടത്താനും
നല്ലത് ചിന്തിപ്പിക്കാനും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നന്നായിട്ട് ചിന്തിക്കുന്ന ഒരാൾ ഏത് മതമായാലും നന്നായിട്ട് ചിന്തിക്കും. നിങ്ങളുടെ ചിന്ത മാറ്റണോ അതോ മതം പഠിക്കണോ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്താണോ അതേ ആവുള്ളൂ. ഇപ്പോൾ എത്ര യാത്ര ചെയ്താലും എത്ര മതം പഠിച്ചാലും നെഗറ്റീവ് മൈൻഡുള്ള ഒരാൾ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നെഗറ്റീവ് മൈൻഡുള്ള ഒരാൾ ദൈവത്തിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ അത് ദൈവം കാരണമാണെന്ന് അവർക്കത് പറഞ്ഞു ഒഴിയാനും പറ്റും. ഇങ്ങനത്തെ ഭയങ്കര ചൂട്. നിങ്ങൾക്ക് എങ്ങനെ ഗൈസ് ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ മതവിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം വെച്ച് ആൾക്കാരെ പേടിപ്പിച്ച് നിർത്താൻ പറ്റുമെന്ന് വിചാരമുള്ള കുറച്ച് പേരുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യമായിരിക്കണം, ഈ മതത്തിൽ പലതും ഉണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് പോയി തെറ്റ് പറഞ്ഞ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റല്ലാതെ ആവുമെന്ന് വിചാരിക്കുന്ന ഒരു മോറലുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഈ കുമ്പസാരം. തെറ്റ് ചെയ്തിട്ട് പള്ളിയിലച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പോയി, പിന്നെ എന്തിനാണ് പള്ളി ഇതൊക്കെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തെറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അതുമില്ല. കമ്പയർ ചെയ്യുമ്പം നിരീശ്വരവാദികളുള്ള നാട്ടിലാണ് ക്രൈം റേറ്റ് കുറവ്. വിശ്വാസികൾ കൂടിയ ഇന്ത്യക്കകത്താണ് പട്ടിണിയും പരവട്ടവും. ആൾക്കാരെ നല്ല രീതിക്ക് ചിന്തിപ്പിക്കുന്ന മതം, അതും ഈ മതപുസ്തകം പഠിച്ച അഗ്രഗണ്യന്മാരാണ് ഈ പാസ്റ്റർമാരായിട്ടും പൂജാരിയായിട്ടും ഉസ്താദുമാരായിട്ടൊക്കെ വരണം. ഇവരാണ് ഈ കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്നതും കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്നതും ഒക്കെ ഇവരാണ്. മനസ്സിലാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ മതം ആൾക്കാരെ ദുഷിച്ച ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ പറയുക. എൻ്റെ ചിന്ത ഇതാണ്, വൃത്തികെട്ട ചിന്തയുള്ളൊരു മനുഷ്യൻ മതം പഠിച്ചാലും സ്കൂളിൽ പോയി പഠിച്ചാലും സയൻസ് പഠിച്ചാലും എന്ത് പഠിച്ചാലും അവൻ വൃത്തികെട്ട പരിപാടി തന്നെ ചെയ്യും. ഒന്നും അവനെ മാറ്റാൻ പോകുന്നില്ല. എല്ലാം അവൻ്റെ ചിന്ത. ചിലരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. തലച്ചോറ് ഉപയോഗിക്കാത്ത ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്ത് ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താൻ പറ്റുമായിരിക്കും. തലച്ചോറ് കുറച്ചൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേര്. അവരൊക്കെ ഇതുപോലത്തെ തെറ്റുകൾ ചെയ്തിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പിന്നെ കുറ്റബോധം വരില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് ഒരു ഇതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യയിൽ ഭൂരിഭാഗം പേരും വിശ്വാസികളാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ ക്രൈം റേറ്റ് കൂടുന്നു? എന്തുകൊണ്ട് ഇവിടെ ആൾക്കാർ മര്യാദയ്ക്ക് നടക്കുന്നില്ല? വിശ്വാസികൾ കൂടുതലുള്ളിടത്താണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. ഈ വിശ്വാസികളാണ് തമ്മിലടിക്കുന്നത്, യുദ്ധം നടക്കുന്നത്. നിരീശ്വരവാദികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ സമാധാനമായിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. അവിടെ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഈ ദൈവമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നിടത്താണ് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ ആൾക്കാർ ചെറിയ തലച്ചോറും വെച്ച് ചെറിയ കാഴ്ചപ്പാടിൽ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മതം അല്ലെങ്കിൽ മതപുസ്തകങ്ങൾ ആൾക്കാർക്ക് നല്ലതാവുന്നത്? അതെങ്ങനെയാണ് ആൾക്കാരെ നല്ല രീതിക്ക് നടത്തുന്നത്? അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ, പണ്ടുള്ള ആൾക്കാർ ഭയം കൊണ്ടും ഉത്തരം കിട്ടാതെ ആയപ്പോൾ ദൈവം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാക്കി. അത് ഓരോരോ ജനറേഷൻ കഴിയും തോറും ആൾക്കാർ അതിന് കുറേ കഥകൾ കയറ്റാൻ തുടങ്ങി, കുറേ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. അത് പിന്നീട് സയൻസിനെ കുറിച്ച് പഠിച്ചിട്ടും മറ്റേത് ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ഉണ്ടാവാം. ഇപ്പോൾ സയൻസൊക്കെ ഒരുപാട് വളർന്നു, എന്നിട്ടും മതം പഠിക്കുന്നതിലൊരു റീസൺ ഇല്ല. മനുഷ്യത്വം എന്താണെന്നുള്ളത് പിള്ളേരെ പഠിപ്പിച്ച് വളർത്തി കഴിഞ്ഞാലും ശരിയാവും. മതം തന്നെ പഠിപ്പിക്കണമെന്നൊന്നുമില്ല. പേടിപ്പിച്ചാലേ അതൊക്കെ ചെയ്യാതിരിക്കുമെന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ കുഴപ്പമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ്, മനുഷ്യന്മാരിൽ വിഷങ്ങളുണ്ടാവും. അപ്പോൾ ആ വിഷം തന്നെ ഒരു പുരോഹിതനായ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്ന പല പുരോഹിതന്മാരും പല സ്വാമിമാരും ഒക്കെ അവരുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ നെഗറ്റീവ് ആൾക്കാരിൽ വരുന്നവരായിരിക്കുമല്ലോ അവരും. എനിക്കിപ്പോൾ വേണമെങ്കിൽ എനിക്ക് നെഗറ്റീവ് ചെയ്യാം, എനിക്ക് പക്ഷേ അതിനാരും കുറ്റം പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ തലയിൽ കൊണ്ടിടാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഞാൻ ചെയ്യുന്നതിനും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനും ഉത്തരവാദി ഞാനാണ്. ഞാൻ ആ റെസ്പോൺസിബിലിറ്റിയിലാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്, അത് വേറെ ആരുടെയും കയ്യിലല്ല. അല്ലാത്ത എക്സ്റ്റേണൽ ഇവൻറ്റ്സിന് വരാം. പിന്നെ മരണമെന്നുള്ളൊരു സാധനം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും. അതിനുശേഷം സ്വർഗവും നരകവും ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പേടിപ്പിച്ച് മണ്ടത്തരങ്ങളിൽ വിശ്വസിപ്പിച്ച് നടത്തുന്ന മതങ്ങളിൽ വിശ്വസിച്ച് നടക്കുന്നവർ വേറൊരു കൂട്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജീവിതമില്ല. ഞാനത് ഭൂമിയോടെ അലിഞ്ഞങ്ങ് ചേരും. സയൻറ്റിഫിക്കായിട്ടുള്ള എക്സ്പ്ലനേഷനൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഇപ്പം അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഇത് ജസ്റ്റ് എൻ്റെ ട്രാവൽ കണ്ടന്റ് ഇടുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ.
ഭാവിയിൽ ചിലപ്പോൾ ഇതിനാണ് ആൾക്കാർക്ക് താല്പര്യമെങ്കിൽ ഞാൻ അതിനെ സയൻറ്റിഫിക് ആയിട്ട് പറയാം. പിന്നെ ഇതുപോലത്തെ വിഷയങ്ങളെക്കുറിച്ച് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ കാണുമല്ലോ. ആ ഒപ്പീനിയൻസൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. എൻ്റെ ഉള്ളിലെ തോട്ട്സൊക്കെ ഞാൻ ഇങ്ങനെ പറയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് ട്രാവൽ വീഡിയോസ് കിട്ടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് എൻ്റെ ഒരു പ്രതികരണമാണ്. ഇത് പ്രതികരിക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇത്രയും ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു, എന്നെപ്പോലെ പറയാൻ പറ്റാത്ത ഒരുപാട് പേര് ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ടാവും. ആരടുത്തും പറയാൻ പറ്റാതെ യൂട്യൂബിലൊന്ന് പറയാനും അവർക്ക് പേടിയാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്നവരടുത്ത് പറയാൻ പേടിയാണ്. അവർക്കൊക്കെ ആൾക്കാർ പിണങ്ങി കഴിഞ്ഞാൽ ചിലപ്പം ഫീലിങ്സ് വരുന്നവരുണ്ടാകും. എനിക്കിപ്പം 0 കണക്ഷനാണ്. എനിക്ക് എൻ്റെ ബന്ധുക്കളായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. എൻ്റെ സുഹൃത്തുക്കളിൽ വളരെ കുറച്ച് പേരെടുത്തേ കോണ്ടാക്റ്റ് ഉള്ളൂ. അതിൽ ഇതുപോലെ എതിരഭിപ്രായമുള്ളവർക്ക് കോണ്ടാക്റ്റ് വെച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കും വരാൻ പോകുന്നില്ല. ഞാനൊരു ഫ്രീ ബേർഡാണ്. ആരുടെയും സ്നേഹം എന്നുള്ളൊരു ചങ്ങലയില്ലാതെ പറന്ന് കിടക്കുന്ന ഒരാളാണ്. എനിക്ക് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരിപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടാതായാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഈ ആൾക്കാരെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം ഇതാണ്. നമ്മൾ ഈ മനുഷ്യരെ ഒരുപാടായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കാൻ തോന്നില്ല. വെറുപ്പാണ്. ഇങ്ങനെയുള്ളവരെയൊക്കെ കൂടെ സംസാരിക്കാനും അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. എനിക്ക് വെറുപ്പാണ്. എൻ്റെ ഐഡിയോളജി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നവരോട് ഞാൻ പുറത്തു പോകാറുണ്ട്. ഞാൻ ആർക്കും എനിക്ക് ഗ്യാങ്ങായിട്ട് ട്രാവൽ ചെയ്യണതും താല്പര്യമില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളുണ്ട്. ഞാൻ ഫുഡിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഞാൻ സ്ഥലങ്ങൾ കാണാനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടറിയാം. ആ കന്യാകുമാരി എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ 3 or 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ 4 സ്ഥലങ്ങൾ ഞാൻ 1.5 ദിവസം കൊണ്ട് പോയതാണ്. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് ഞാൻ ഇവിടുന്ന് പോയി. പിറ്റേ ദിവസം വൈകിട്ടൊക്കെ പിറ്റേ ദിവസം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ എത്തണത്. അത്രയും നേരം ആപ്പാടെ 2 നേരം ഫുഡ്, കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, മൗത്ത് വാഷ് ഉള്ളതുകൊണ്ട് വാ കഴുകി, പിന്നെ കയ്യിലൊരു ഷർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാറ്റി. ഇതിൻ്റെ തിണ്ണയിൽ കിടന്ന് ആ കോവിലിൽ പാറക്കല്ലിലും തിണ്ണയിലൊക്കെ കിടന്ന് ഞാൻ ഉറങ്ങി. എനിക്ക് കംഫർട്ടല്ല ആവശ്യം. എനിക്ക് താല്പര്യമുള്ള ഞാൻ ട്രാവൽ ചെയ്യാൻ പോയാൽ ട്രാവൽ ചെയ്യും, സിനിമ കാണാൻ പോയാൽ സിനിമ കാണും. അല്ലാതെ അവിടെയൊക്കെ പോയി ലാവിഷായിട്ട് ഫുഡ് അടിക്കാനും സുഖിച്ച് കിടന്നുറങ്ങാനും അല്ല ഞാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവരാണ് ഈ ഗ്യാങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയുള്ളവരോട് ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളുമുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഒരാളെയൊക്കെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര പ്രാരാബ്ധമാണ്. ആ പ്രാരാബ്ധമൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഇൻട്രോവേർട്ടൊന്നുമല്ല, ആൾക്കാർ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് കാണാനും സംസാരിക്കാനും പേടിയുള്ളവരാണ്. എനിക്ക് പേടിയും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ മണ്ടന്മാരോട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. പണ്ട് കോളേജിൽ കിടന്ന് തിമിർന്നാടിയതാണ് ഞാൻ. അന്ന് ഞാൻ ഒരു ഇൻട്രോവേർട്ടും അല്ലായിരുന്നു. എല്ലാവരുടെ അടുത്തും ഞാൻ സംസാരിക്കുമായിരുന്നു. പക്ഷേ ഒരു 10ാം ക്ലാസ് വരെ മണ്ടനായിരുന്നു. 10ാം ക്ലാസ്സിൽ എവിടെ ആയാലും അവഗണിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ ആരും സംസാരിക്കില്ല, എല്ലാവരും വന്ന് ചവിട്ടിയിട്ടിട്ട് പോകുന്നൊരു ക്യാരക്ടർ. പണ്ട് ചിലപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആയിരിക്കും. ഒരു 10ാം ക്ലാസ് വരെ ആൾക്കാരടുത്ത് പോയി സംസാരിക്കാൻ, ഞാൻ അങ്ങോട്ടടുത്തും പോയി സംസാരിക്കില്ല. അവരൊന്ന് സംസാരിച്ചാൽ സംസാരിക്കും, അവരെന്നെ അടിച്ചമർത്താൻ നോക്കി ഞാൻ താഴ്ന്നു കൊടുക്കും. അതായിരുന്നു എൻ്റെ ക്യാരക്ടർ. എതിർക്കുക എന്നുള്ളത് 10ാം ക്ലാസ് വരെ എൻ്റെ ഒരു ക്യാരക്ടറല്ലായിരുന്നു. +1 +2 SMVയിലൊക്കെ പോയപ്പോഴാണ് എനിക്ക് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വന്നത്. ചോദ്യം ചെയ്യുക, എതിർക്കുക എന്നുള്ളൊക്കെ ഒരു ക്യാരക്ടർ വന്നു. പലരും അത് നെഗറ്റീവായിട്ട് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനം തോന്നുന്നൊരു ഏജ് ഗ്രൂപ്പാണത്. ഒരുപാട് സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുണ്ട്. എന്നാലും ആ 2 വർഷം പഠിച്ച SMV ആണ് എനിക്കിപ്പോഴും നല്ല കുറച്ച് ഗുണങ്ങൾ കിട്ടിയത്. ബാക്കിയുള്ളതൊക്കെ പരമ വേസ്റ്റായിരുന്നു. അതുവരെയൊക്കെ ചിലപ്പോൾ ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് വെച്ചാൽ ആയിരിക്കാം. അന്നൊന്നും എനിക്ക് ആൾക്കാർക്ക് സംസാരിക്കാൻ മടിയും ചമ്മലും ഒക്കെ ആയിരുന്നു. പക്ഷേ കോളേജിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടായി. ഒന്നിനും പേടിയില്ലാത്ത സ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നിനും പേടിയില്ല. ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടായി. ഇങ്ങനെയൊക്കെ വന്നു. പിന്നെ വീണ്ടും ഈ തോട്ട് പ്രോസസ്സൊക്കെ വന്ന് ആൾക്കാരെയൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ ആ രീതിക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം തോന്നിയില്ല. സോഷ്യൽ മീഡിയ കട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ആൾക്കാരൊക്കെ വെറുതെ, ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്നവരായാലും ആരും ഒന്നും ഓർമ്മിച്ച് വയ്ക്കില്ല. എല്ലാവരും വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു, സ്റ്റാറ്റസ് കാണുന്നു. ഇന്നിട്ട സ്റ്റാറ്റസ് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാൾ ഞാൻ ഇന്നിട്ട സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ നീ ഇന്ന് സ്റ്റാറ്റസ് ഇട്ടാ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. കാരണം അവരൊന്നും അത് മെമ്മറി പവറിൽ വയ്ക്കാറില്ല. നിങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ പോലും ഇത് ഇന്ന് അവർ കേൾക്കും, നാളെ അവർ മറക്കും. ആരും ഇതൊന്നും തലയ്ക്കകത്ത് വെച്ചോണ്ടിരിക്കാൻ പോകുന്നില്ല. ഇന്നത് കേൾക്കും, ദേഷ്യം വന്നാൽ വല്ലതും പറയും, പോവും. അങ്ങനത്തെ ഒരു
ഓർമ്മയും നഷ്ടപ്പെട്ടൊരു സമൂഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് നമ്മൾ പറയുന്നെന്നോ നമ്മളെന്ത് ചെയ്യുന്നെന്നോ ആലോചിച്ചിരിക്കാനോ ഓർമ്മിച്ചിരിക്കാനോ അവർ പോകുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടായാലും ഈ വീഡിയോ ഇതുവരെ കാണുന്നവർ വളരെ റെയറായിരിക്കും. എത്ര പേര് കണ്ട്, എൻ്റെ അറിയാവുന്നുള്ളൊരു 3-4 പേര് കണ്ട് കാണും. ബാക്കിയുള്ളവർ മൊത്തം മിക്കവാറും തുടക്കം കണ്ടിട്ട് സ്കിപ്പടിച്ച് പോയി കാണും. അവർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല, അവരിതൊന്നും കെയർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരടുത്തൊക്കെ വന്നിരുന്ന് സയൻറ്റിഫിക്കായിട്ട് ഞാൻ ഇനി സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറഞ്ഞ സമയങ്ങളെ എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ വന്നിരുന്ന് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. ട്രാവൽ ചെയ്യാനുള്ള മൂഡ് വരുമ്പോൾ ട്രാവൽ ചെയ്യും, സംസാരിക്കാൻ തോന്നുമ്പോൾ സംസാരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് മുഴുവൻ അങ്ങനെ ആയിരിക്കും. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഞാൻ റിയലായിട്ടാണ് ചെയ്യുന്നത്. റിയലായിട്ട് ഇപ്പം നമ്മൾ ഒരാളടുത്ത് സംസാരിക്കാൻ എങ്ങനെയാണ്, റിയൽ കണ്ടൻറ് ഇടാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെ ഇഷ്ടം പിടിച്ച് പറ്റാനും നിങ്ങളെന്നെ ഇഷ്ടപ്പെടാനോ വേണ്ടിയല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വീഡിയോസ് ഇടുന്നതും. എനിക്കിതുവഴി എനിക്കൊരു ക്യാരക്ടർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്, അതാണ് എൻ്റെ നേട്ടം. 2 പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നാണ്. അല്ലാതെ ഞാൻ ഇനി പൈസ കിട്ടാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 100 ദിവസം പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്കൊരു ചാലഞ്ചാണ്. ഞാൻ ഇങ്ങനെ എപ്പോഴും ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് കണ്ടൻറ് എടുക്കും, എന്ത് ചെയ്യും, എങ്ങനെ സംസാരിക്കും, കുറച്ചുകൂടെ ഞാൻ പ്രൊഡക്റ്റീവ് ആവും. ഞാൻ ഇപ്പോൾ തന്നെ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ച് ഞാൻ കുറച്ച് സംസാരിക്കുക ഓക്കെ ആവും. എനിക്കുണ്ടാകുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ് എൻ്റെ റിവാർഡ്. ഞാൻ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പം എനിക്ക് വളരെ ലൈക്കും വ്യൂസൊക്കെ കുറവായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു 3-4 പേര് ലൈക്ക് അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇഷ്ടപ്പെടുന്ന ഒരു 4 പേരെങ്കിലും ഉണ്ടല്ലോ, വളരെ സന്തോഷമുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഇത് മൊത്തം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവർ കണ്ടാലും ഞാൻ ഹാപ്പിയാണ്. കാരണം അവർക്കിത് കാണുമ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ഇഷ്ടപ്പെടും. അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് ഞാൻ പ്രതികരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അവർക്ക് കിട്ടും. എനിക്ക് അതൊക്കെ മതി. എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ് എനിക്ക് ക്യാമറയിൽ പൈസയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. എത്രയോ പൈസ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു പേഴ്സണൽ റിവാർഡ് കിട്ടുന്നുണ്ടല്ലോ, എനിക്കത് തന്നെ ധാരാളം. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്. ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോസിന് ഇടൂല, എൻ്റെ വ്യൂസ് കുറയുന്നുണ്ടെന്ന്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നു. ട്രാവൽ ചെയ്തിരുന്നേക്കാളും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു ഇങ്ങനെ ഇത് സംസാരിക്കുമ്പോൾ. ഞാനിത് ചെയ്യാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ കേട്ടിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻ്റ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഇന്നത്തെ വീഡിയോയിൽ വലിയ സംസാരവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് വേറെ ടോപ്പിക്ക് സംസാരിക്കാൻ വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നിയുകൊണ്ട് ഞാനിത് പറഞ്ഞു. എൻ്റെ ടോപ്പിക്ക് വേറെ ഒന്നായിരുന്നു. അത് ഈ റിലീജിയനായിട്ട് ഡിപ്പെൻഡ് ചെയ്തൊന്നുമില്ല. അത് ഇത് ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ ഓരോ റിയാക്ഷൻ വരുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് പറയാൻ തോന്നി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ എനർജി ഡിപ്പെൻസ് ആണ്. ചില സമയത്ത് ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, അതുപോലെ വന്നിട്ട് സംസാരിക്കും. ചിലപ്പോൾ ഞാൻ ഭയങ്കര എനർജി ഇല്ലെന്നല്ല, ചിലപ്പോൾ ഞാൻ ഭയങ്കര കാമായിരിക്കും, ഭയങ്കര പീസ്ഫുള്ളായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും. ചിലപ്പോൾ ദേഷ്യത്തിരിക്കുമ്പോഴായിരിക്കും നല്ല സാധനങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും എൻ്റെ വീഡിയോ മിക്സഡ് ആയിരിക്കും. എപ്പോഴും ഞാൻ ഇങ്ങനെ കാമായിട്ടല്ല സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് എനർജറ്റിക്, ചില സമയത്തൊക്കെ ഇങ്ങനെ ചാർജായി വരുന്ന സമയത്ത് ഞാൻ എനർജറ്റിക് ആയിട്ടൊക്കെ വീഡിയോസ് ഇടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് നാളെ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ടാറ്റ.